യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. 2 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം 4, 5, 6 വാക്യം നമുക്ക് വായിക്കാം. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. ദൈവത്തിന് സ്തോത്രം. ഏത് വിചാരങ്ങളെയും പിടിച്ചടക്കുന്നു, ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. ഇതെല്ലാമാണ് നാം കേട്ടത്. ഞാൻ ഓർത്തു പോവുകയാണ്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കൃത്യമായ ടൈം ടേബിൾ ഉണ്ടായിരുന്നു. 10 മണിക്ക് സ്കൂൾ തുടങ്ങും, 4 മണിക്ക് വിടും. ടൈം ടേബിളുണ്ട്. തുടർന്ന് ഞാൻ ഓഫീസിൽ പോയി, അവിടെയും ടൈം ടേബിളുണ്ട്. 10 മണിക്ക് തുടങ്ങും, 5 മണിക്ക് തീരും. പക്ഷേ ജീവിതം ആകെ നോക്കുമ്പോൾ ടൈം ടേബിൾ ഇല്ല. എന്നാ രോഗം വരിക ആർക്കറിയാം? എന്നാ കിടപ്പാകുക ആർക്കറിയാം? എന്നാ മരിച്ചു പോവുക ആർക്കറിയാം? പ്രിയപ്പെട്ടവരെ, നാം കാണുന്ന എല്ലാത്തിനൊക്കെ ടൈം ടേബിളുണ്ട്, പക്ഷേ ജീവിതത്തിന് മാത്രം ടൈം ടേബിളില്ല. അതുകൊണ്ടാണ് പിതാക്കന്മാർ പാടിയത്, നാം ഇന്നാൾ വീട്ടിൽ ഭാഷിക്കും, നാളെ കബറുകളിൽ മൗനികളാം, നിത്യമിതോർക്കുന്നോൻ താൻ ധന്യൻ. നാം ഇന്ന് വീട്ടിൽ സംസാരിക്കും, നാളെയോ കബറുകളിൽ മൗനമായി കിടക്കും. നിത്യമിതോർക്കുന്നോൻ താൻ ധന്യൻ. സോദരരന്യോന്യം മല്ലിട്ടു, മധ്യേ മൃതിവേഗം വന്നെത്തി, നിത്യമിതോർക്കുന്നോൻ താൻ ധന്യൻ. നമ്മുടെ ജീവിതം നാം യുദ്ധം ചെയ്യാൻ ഉപയോഗിച്ചു. മനുഷ്യൻ മനുഷ്യനോട് പോരാടാൻ വേണ്ടി അവൻ്റെ ജീവിതം ഉപയോഗിച്ചു. പക്ഷേ മരണം വന്നെത്തി. എന്നാൽ ഇത് ഓർക്കുന്നവൻ താൻ ധന്യൻ. ഞാൻ ശവക്കോട്ടയിൽ കിടക്കേണ്ടവനാണെന്ന് ഓർക്കുന്നവൻ ധന്യനാണ്, അവനാണ് ബുദ്ധിമാൻ. ഞാൻ ഒരു ദിവസം ശവക്കോട്ടയിൽ കിടക്കേണ്ടവനാണ്, അത് ഓർക്കുന്നവനാണ് ധന്യൻ. അതെന്നാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇന്ന് നമുക്ക് നല്ലൊരവസരമാണ്. ഇന്നും ദൈവത്തിൻ്റെ ടൈം ടേബിളിൽ നല്ലൊരു ദിവസമാണ്, ഒരു സുപ്രസാദ കാലമാണ്. നമുക്ക് ഉയരാനും വളരാനും അനുഗ്രഹം പ്രാപിക്കാനും സമാധാനം പ്രാപിക്കാനും എല്ലാം ദൈവം തന്ന ഒരു നല്ല ദിവസമാണ്. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ സാന്നിധ്യവും എല്ലാം കൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. നാം എന്താണ് വായിച്ചത്? ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങളുടെ ആയുധങ്ങൾ. എന്തിനാണ് നാം ആയുധം ഉപയോഗിക്കാറുള്ളത്? മനുഷ്യൻ എപ്പോഴാണ് ആയുധം ഉപയോഗിക്കുന്നത്? രാജ്യങ്ങൾ എപ്പോഴാണ് ആയുധങ്ങൾ ഉപയോഗിക്കുക? ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് മറ്റൊരാളെ ജയിക്കേണ്ടി വരുമ്പോഴാണ്, ശത്രുവിനെ കൊല്ലാണ്ടി വരുമ്പോഴാണ് ആയുധം ഉപയോഗിക്കുക. ശത്രുവിനെ കീഴടക്കാൻ വേണ്ടിയാണ് ആയുധങ്ങൾ ഉപയോഗിക്കുക. രാജ്യങ്ങളായാലും സമൂഹമായാലും എല്ലാം ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് മറ്റൊരുത്തനെ ഉപദ്രവിക്കുന്നതിന്, മറ്റൊരുത്തനെ കൊല്ലുന്നതിന് വേണ്ടിയാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞങ്ങളുടെ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ, രക്ഷിക്കപ്പെട്ട ദൈവവചനൻ്റെ അഥവാ ദൈവവചനം കേൾക്കാൻ വന്ന നിങ്ങൾക്ക് വേണ്ടതായ ആയുധങ്ങൾ എന്തെല്ലാമാണ്? ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു സമാധാന ജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് വേണ്ട ആയുധം ശത്രുവിനെ കൊല്ലാനുള്ള ആയുധമല്ല, വിരോധിയെ കൊല്ലാനുള്ള ആയുധമല്ല, മനുഷ്യനെ കൊല്ലാനുള്ള ആയുധമല്ല, ഭർത്താവിനെ അടിക്കാനുള്ള വടിയല്ല, ഭാര്യയെ തല്ലാനുള്ള വടിയല്ല, സഹോദരങ്ങളെ തമ്മിൽ അടിപ്പിക്കാനുള്ള ആയുധമല്ല. എൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്ന ചില കാര്യങ്ങൾ എൻ്റെ അകത്തുണ്ട്, അത് എൻ്റെ ഉള്ളിലുണ്ട്. അതിനെ മാറ്റുവാനുള്ള ആയുധങ്ങളാണ് അപ്പോസ്തലൻ പറയുന്നത്. എന്നെ നശിപ്പിക്കുന്ന ആ പിശാച് തരുന്നതായ ചില അവസ്ഥകളുണ്ട്. അതിനെ
എനിക്ക് ജയിക്കണം. പ്രിയപ്പെട്ടവരെ, ആ ആയുധങ്ങളെക്കുറിച്ചാണ് ഭാഗ്യവാനായ അപ്പോസ്തലൻ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു ദിവസം ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹിച്ചു, കുടുംബമായിട്ട് പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹിച്ചു. അല്ല, നിങ്ങളൊരു കല്യാണത്തിന് പോകണമെന്ന് ആഗ്രഹിച്ചു. അല്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ചു. നിങ്ങൾക്ക് വീട്ടിൽ വണ്ടി കിടപ്പുണ്ട്, കാറുണ്ട്, നിങ്ങളൊന്ന് പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ വണ്ടി എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ടയറ് പഞ്ചറാ, ഫ്രണ്ടിലെ ടയറ് പഞ്ചറാ. പള്ളിപ്പോക്ക് നടക്കുമോ? കല്യാണത്തിന് പോക്ക് നടക്കുമോ? ഉദ്ദേശിച്ച കാര്യം നടക്കുമോ? നടക്കുകയില്ല. ഇതുപോലെ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചില മനോഭാവങ്ങളുണ്ട്. വണ്ടിയുടെ ടയർ പഞ്ചറാകുന്നത് പോലെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയോ ആഗ്രഹിക്കുന്ന പോലെയോ നമ്മൾ നിരൂപിക്കുന്നത് പോലെയോ നമ്മുടെ ഭവനത്തിൽ സംസാരിക്കാനോ പെരുമാറാനോ നമ്മുടെ ജീവിതത്തിൽ സമാധാനം പ്രാപിക്കാനോ കഴിയാത്ത രീതിയിൽ, ഉയർച്ച പ്രാപിക്കാനോ വിദ്യാഭ്യാസം നേടാനോ കഴിയാത്ത രീതിയിലുള്ള ചില മനോഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് ടയറ് പഞ്ചറാന്ന് പറഞ്ഞത്. പഞ്ചറായ ടയറ് പോലെ ചില മനോഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ മാറ്റിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ മനോഭാവങ്ങളെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് അപ്പോസ്തലൻ പറയുന്നത്. ദൈവമക്കളെ, വണ്ടിയുടെ ടയറ് പഞ്ചറാകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ളതായ നമ്മുടെ സർവ സന്തോഷവും എല്ലാം നഷ്ടപ്പെടുത്തുന്ന ചില ആറ്റിറ്റ്യൂഡുകളുണ്ട്. അതിനെയാണ് നാം മാറ്റിയെടുക്കേണ്ടത്. പാപം, നമുക്കറിയാം, പാപം അതുമാത്രമല്ല മനുഷ്യനെ നശിപ്പിക്കുന്നത്. പാപം നമ്മുടെ ആത്മാവിനെ കൊല്ലും. എന്നാൽ പ്രകടമായ പാപം കൂടാതെ തന്നെ നമ്മളെ നശിപ്പിക്കുന്ന ചില സത്യങ്ങളുണ്ട്. നിരാശ, ആശയറ്റു പോകുന്നൊരവസ്ഥ, ആശയറ്റു പോകുന്നതായ ഒരവസ്ഥ. അല്ലെങ്കിൽ നമ്മുടെ കുറ്റം ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് മനസ്സും മടുത്തു, നിരാശ വരുന്നു. ആരെങ്കിലുമൊക്കെ നമ്മുടെ കുറ്റം പറയുന്നത് കേട്ട് മനസ്സ് മടുത്തു പോകുന്നു. ഇതെല്ലാം ടയർ പഞ്ചറാകുന്ന പോലെയുള്ള അവസ്ഥയാണ്. നല്ല ഉദ്ദേശത്തോടെ നല്ല കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അതിനിടയിലാണ് ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത്. ഇതിനെയും നാം ജയിക്കണം, ഇതിനെയും നാം ജയിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ഓർത്ത് നോക്കാം. ഞാൻ വാക്യം വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ വാക്യം വായിക്കുക, നിങ്ങൾ ഓരോ ദിവസവും വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവായ യേശു ഒരു ദേവാലയത്തിൽ പോയത് വായിക്കുന്നുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് ഒരു കൂനിയായ സ്ത്രീയെ കർത്താവ് കണ്ടു. ഒരു കൂനിയായ സ്ത്രീയെ കർത്താവ് കണ്ടു. കർത്താവ് അവളോട് പറയുന്നുണ്ട്, അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ അവളെക്കുറിച്ച് പറയുന്നുണ്ട്, 18 സംവത്സരമായിട്ട് അവളെ ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് അവൾ പിശാചിൻ്റെ ബന്ധനത്തിലാണെന്ന്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവളെ സൗഖ്യമാക്കി. നാം അതിൽ നിന്ന് എന്താണ് പഠിക്കുന്നത്? കർത്താവ് അവളോട് പറഞ്ഞു കൊടുത്തു, 18 കൊല്ലം മുമ്പ് നിന്റെ ഉള്ളിലൊരു ഭൂതം കയറി. നിന്റെ ഉള്ളിൽ ഭൂതം കയറത്തക്ക രീതിയിലുള്ളതായ ഒരു പ്രവൃത്തിയോ ഒരു വാക്കോ ഒരു മനോഭാവമോ നിന്നിൽ സംഭവിച്ചു. 18 കൊല്ലം മുമ്പ് നിന്റെ ജീവിതത്തിൽ നിന്റെ അകത്ത് ഭൂതം കയറി നിനക്ക് രോഗം വരത്തക്ക രീതിയിലുള്ളതായ ഒരു കെടുതി നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഒരു പാപം നിന്റെ ജീവിതത്തിൽ വന്നു, ഒരു വാക്ക് നിന്റെ ജീവിതത്തിൽ വന്നു, ഒരു പ്രവൃത്തി ആ സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിച്ചു. അത് സംഭവിച്ചത് 18 കൊല്ലം മുമ്പാണ്. ആ സംഭവത്തിൻ്റെ ഫലമായിട്ട് അവളുടെ ഉള്ളിലേക്ക് ഭൂതം കയറി, അത് രോഗമായിട്ട് വന്നു. ആ ഭൂതം കയറിയ അവസ്ഥയിലും അവൾ പള്ളിയിൽ പോയി, അവൾ കൂട്ടായ്മയ്ക്ക് പോയി, അവൾ എല്ലായിടത്തും പോയി, ആത്മീയ രംഗത്തെല്ലാം അവൾ പോയിരുന്നു. പക്ഷേ 18 കൊല്ലം മുമ്പ് അവളുടെ അകത്ത് കയറിയ ഭൂതത്തെ മാറ്റുന്ന കാര്യം അവൾ ചിന്തിച്ചേയില്ല. അങ്ങനെ ഒരു ഭൂതം കയറിയതിനെ പറ്റി അവൾക്ക് ചിന്തയില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന നമ്മൾ പലർക്കും വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഭൂതം കയറിയതിനെ പറ്റി നിങ്ങൾക്ക് ബോധമില്ല.
നിങ്ങളുടെ ചില പ്രവൃത്തി മൂലം, നിങ്ങളുടെ ചില മനോഭാവങ്ങൾ മൂലം, നിങ്ങളുടെ ചില ചിന്തകൾ മൂലം, നിങ്ങളുടെ ചില പ്രവൃത്തികൾ മൂലം ചില അരുതാത്തതോ നിങ്ങൾക്ക് തെറ്റെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ന്യായീകരണമുണ്ട്. പക്ഷേ ആ പ്രവൃത്തി മൂലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭൂതം കയറിയത് ഇന്ന് അനേകർ അറിയുന്നില്ല. പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാന അനുഷ്ഠിക്കുന്നുണ്ട്, കുർബാന കാണുന്നുണ്ട്, കുർബാന കൊള്ളുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് കയറിയ ഭൂതം അവിടെ ഇരിക്കുക. ആ ഭൂതം അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇന്നും വേദനയുണ്ട്, പ്രശ്നമില്ല, കുഴപ്പമില്ല, ഭൂതവുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റായി കൂനിപ്പോയാൽ മതി, കുഴപ്പമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അകത്ത് ഭൂതത്വമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് അനേകർ ജീവിക്കുന്നത്. അകത്ത് കയറിയ ഭൂതത്തെ പുറത്താക്കുന്നില്ല. ആ ഭൂതവുമായിട്ട്, ആ പാപവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോവുകയാണ് അനേകര്. കർത്താവായ യേശു അവളെ തൊട്ടു. നാം എന്താ പഠിക്കേണ്ടത്? അവൾ മാനസാന്തരപ്പെട്ടു. അവൾ മാനസാന്തരപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, 18 കൊല്ലം മുമ്പ്, 20 കൊല്ലം മുമ്പ്, 40 കൊല്ലം മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ചില തെറ്റുകൾ ഇന്ന് നിങ്ങളെ രോഗിയാക്കിയിരിക്കുന്നു. നിങ്ങളുടെ സന്തോഷം കെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ ആർജവത്തെ നശിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ ദാമ്പത്യത്തെ തകർത്തിരിക്കുന്നു. നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങളെ തോൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഉയർച്ച കിട്ടുന്നില്ല, നിങ്ങൾക്ക് വളർച്ച കിട്ടുന്നില്ല, നിങ്ങൾക്ക് നിവർന്നു നടക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്കൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന പാപത്തെക്കുറിച്ച് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഇന്ന് നിനക്ക് മനസ്സിലാക്കി തരുന്ന സഹോദര, മാനസാന്തരപ്പെട്ടാൽ നിന്റെ കോട്ടകൾ പൊളിയും, മാനസാന്തരപ്പെട്ടാൽ നിന്റെ രോഗം മാറും, മാനസാന്തരപ്പെട്ടാൽ നിന്റെ ജീവിതത്തിൽ സജീവത്വം ഉണ്ടാകും, മാനസാന്തരപ്പെട്ടാൽ നീ ജയിക്കും, മാനസാന്തരപ്പെട്ടാൽ നിന്റെ വിവാഹം നടക്കും, മാനസാന്തരപ്പെട്ടാൽ നിനക്ക് കുഞ്ഞുങ്ങൾ പിറക്കും, മാനസാന്തരപ്പെട്ടാൽ നിനക്ക് ആത്മാവിൽ സന്തോഷിക്കാൻ പറ്റും. മാനസാന്തരം വേണ്ട എന്നുള്ളതായ നിന്റെ മനസ്സാണ് മാറേണ്ടത്. മനസാന്തരം വേണ്ട എന്നുള്ള മനോഭാവത്തോടെ അകത്ത് കയറിയ ഭൂതവുമായിട്ട് നിങ്ങളാരും മുന്നോട്ട് പോകരുത്. പ്രിയപ്പെട്ടവരെ, നാം വീണ്ടും മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ ഒരു കനാന്യക്കാരി സ്ത്രീയെ കാണുന്നുണ്ട്. അവളുടെ മകളുടെ അകത്ത് ഭൂതം കയറി. ഭൂതം കയറിയപ്പോൾ കുഴപ്പമില്ല, കുറച്ച് നാളൊക്കെ ഭൂതവുമായിട്ടൊക്കെ നടന്നു, ആശുപത്രിയൊക്കെ ചികിത്സിച്ച് കാണും. പക്ഷേ ഭൂതബാധ അതികഠിനമായപ്പോൾ അവൾക്ക് നിൽക്കക്കളിയില്ലാതെയായി, അമ്മയ്ക്ക് നിൽക്കക്കളിയില്ലാതെയായി. ഭൂതബാധ അതികഠിനമായപ്പോൾ അമ്മയ്ക്ക് നിൽക്കക്കളിയില്ലാതെയായി. അമ്മ യേശുവിൻ്റെ അടുക്കൽ വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനു മുമ്പ് ഭൂതബാധ വന്നപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി കാണും, അസുഖക്കേട് മാറാൻ ആശുപത്രിയിലോ അല്ലെങ്കിൽ വഴിപാട് കഴിക്കാനോ ഒക്കെ പോയി കാണും. പക്ഷേ ഭൂതം കഠിനമായപ്പോൾ അമ്മയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു സുബോധം കൊടുത്തു. ഇത് മകളുടെ രോഗമല്ല, നിന്നിൽ കൂടെ മകളിലേക്ക് കയറിയ രോഗമാ. നിന്നിലൂടെയാണ് ആ രോഗമകത്തേക്ക് കയറിയത്. അതുകൊണ്ടാണ് അമ്മ ഓട്ടം പിടിച്ചു. കാരണം മകള് വന്നാൽ മാറൂല അസുഖക്കേട്, മകളെ ചികിത്സിച്ചാൽ മാറൂല അസുഖക്കേട്, മകളെ ചികിത്സിച്ചാൽ ആ രോഗം മാറൂല. അമ്മയെ ചികിത്സിക്കണം, അമ്മയ്ക്ക് ചികിത്സ വേണം. അമ്മയെ ചികിത്സിച്ചാലേ മകളുടെ രോഗം മാറൂ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങൾ അമ്മമാരും അപ്പന്മാരും ഒക്കെയാണ്. മക്കളെ ചികിത്സിച്ചാൽ മക്കളുടെ രോഗം മാറില്ല. മകളെ ചികിത്സിച്ചാലോ മകനെ ചികിത്സിച്ചാലോ മകന്റെ രോഗം മാറില്ല, മകളുടെ രോഗം മാറില്ല. ചികിത്സ വേണ്ടത് അപ്പനാണ്, അമ്മയ്ക്കാണ്. അവൾ ഓടിയത് അതുകൊണ്ടാണ്. എനിക്കാണ് ചികിത്സ വേണ്ടതെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് മകളെ മാറ്റിവെച്ചു. മകളെ അവിടെ ഇരുത്തി, മകളെ നീ അവിടെ ഇരുന്നോ, ഈ അമ്മയ്ക്ക് ചികിത്സ കിട്ടിയാലേ നിനക്ക് സൗഖ്യം വരുമെന്ന് മനസ്സിലായപ്പോൾ അവൾ ഓടി. നിങ്ങൾക്ക് ബോധം വരുന്നുണ്ടോ? നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, മകനെ ചികിത്സിച്ചാലോ മകളെ ചികിത്സിച്ചാലോ പ്രശ്നം മാറൂല്ല, സംഗതി മാറൂല്ല. മാറണമെങ്കിൽ അമ്മയ്ക്ക് ചികിത്സ വേണം. അതുകൊണ്ടാണ് കർത്താവുകളെ പുറകെ നടത്തി. കർത്താവിനോട് പലതും പറഞ്ഞു. അവൾക്ക് കാര്യം മനസ്സിലായി. അവൾ എന്ത് പറഞ്ഞാലും പോവില്ല. കർത്താവേ, നായ്ക്കുട്ടിയായാലും കുഴപ്പമില്ല. അവൾ വിനയപ്പെട്ടു, അവൾ താണു,
അവൾ വിനയപ്പെട്ടു. അവൾ പിരിഞ്ഞു പോകില്ല, മാറിപ്പോകില്ല എന്നുറപ്പായി. അവൾ പോകില്ല എന്നുറപ്പായി. ഇനി എനിക്ക് യേശു, എൻ്റെ മകളുടെ രോഗം മാറണമെങ്കിൽ എനിക്ക് സൗഖ്യം വേണമെന്ന് മനസ്സിലായത് കൊണ്ടാണ് അമ്മയോടെ പിടിച്ചു നിന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ തലമുറയിലേക്ക് വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ മാറണമെങ്കിൽ നിന്റെ മകനെ ചികിത്സിച്ചാൽ പോരാ, മകളെ ചികിത്സിച്ചാൽ പോരാ. അമ്മയ്ക്കാണ് ചികിത്സ ആവശ്യം. സഹോദര, നിനക്കാണ് ചികിത്സ ആവശ്യം. സഹോദരി, നിനക്കാണ് ചികിത്സ ആവശ്യം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, നിങ്ങളുടെ മക്കൾ തനിയെ നന്നായിക്കൊള്ളുമെന്ന് വിചാരിച്ച് അവളും ചിന്തിച്ചിരുന്നു കാണും. ഇന്നിരിക്കുന്ന അനേകരും വിചാരിക്കുന്നത് മക്കൾ തനിയെ നന്നായിക്കൊള്ളും, കുറച്ചു നാൾ കഴിയുമ്പോൾ നന്നായിക്കൊള്ളും, കുറച്ചു നാൾ മക്കൾ ഇങ്ങനെ യോഗത്തിന് പോയാൽ നന്നായിക്കൊള്ളും, കാര്യം ശരിയായിക്കൊള്ളും, അവരുടെ കാര്യം ശരിയായിക്കൊള്ളും. നിങ്ങൾ കാത്തിരുന്നാലും നിങ്ങളുടെ മക്കളുടെ കാര്യം ശരിയാവുകയില്ല. നിങ്ങളുടെ മക്കളുടെ കാര്യം ശരിയാകണമെങ്കിൽ ആദ്യം നിന്റെ ആത്മാവ് ശരിയാകണം. ആദ്യം നീ തിരുത്തണം. ആദ്യം നീ രൂപാന്തരപ്പെടണം. ആദ്യം നീ നിരപ്പാകണം. ആദ്യം നീ യേശുവിന്റെ അടുക്കൽ വരണം. ആദ്യം നീ തന്നെത്താൻ വിനയപ്പെടണം. നീ യേശുവിൻ്റെ അടുക്കൽ നിന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കണം. എങ്കിലേ നിന്റെ കുടുംബത്തിൻ്റെ കാര്യം ശരിയാവുകയുള്ളൂ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കോട്ടകൾ ഇടിക്കണമെങ്കിൽ ഇതൊക്കെയാണ് പോരിൻ്റെ ആയുധങ്ങൾ. എനിക്ക് മാനസാന്തരം വേണ്ട എന്നുള്ള ആ കുനിയായ സ്ത്രീയുടെ ചിന്ത പോലെ നമ്മുടെ ആ കോട്ടയൊക്കെ അങ്ങ് പൊടിയണം. മാനസാന്തരം വേണം സഹോദര. മനസ്സാന്തരപ്പെട്ടില്ല എങ്കിൽ നിങ്ങളും ഇങ്ങനെ തന്നെ നശിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. മക്കൾ തന്നെ ശരിയായിക്കൊള്ളും, കുറെ കഴിയുമ്പോൾ ശരിയാവും. മകനൊന്ന് മീറ്റിങ്ങിൽ പോയാൽ മതി, മകളൊന്ന് മീറ്റിങ്ങിൽ പോയാൽ മതി, മകളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന മാതാപിതാക്കന്മാരെ, എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ നിന്ന് ഈ കെടുതിയെല്ലാം മാറണമെങ്കിൽ മകനെ ചികിത്സിച്ചാൽ പോരാ, മകൾ യോഗത്തിന് പോയാൽ പോരാ. ആദ്യം വേണ്ടത് നിനക്കാണ് മാറ്റം ആവശ്യം. നിനക്കാണ് ചികിത്സ വേണ്ടത്. അത് മരുന്നിന്റെ ചികിത്സയല്ല, നിന്റെ ആത്മാവിനാണ് ചികിത്സ വേണ്ടത്. കർത്താവായ യേശു ഭ്രാന്തിന് മരുന്നൊന്നും കൊടുത്തില്ല, ഭ്രാന്ത് മാറാൻ മരുന്നൊന്നും കൊടുത്തില്ല. അമ്മയുടെ ആത്മാവിന് ചികിത്സ കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മണ്ടന്മാർക്ക് പറ്റുന്ന കാര്യമുണ്ട്, എന്നെപ്പോലെയുള്ള മണ്ടന്മാർക്ക്. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം 17-18 വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്നെപ്പോലെയുള്ള ആണുങ്ങൾക്ക് പറ്റുന്ന മണ്ടത്തര. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ മണ്ടത്തരം? ശലോമോൻ രാജാവ് കണ്ടിട്ടുള്ള കാര്യമാണ്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. മൂഢന്മാരെ ഭരിക്കുന്നവന്റെ അട്ടഹാസത്തേക്കാൾ സാവധാനത്തിൽ പറയുന്ന ജ്ഞാനികളുടെ വചനങ്ങൾ നല്ലത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചില ആണുങ്ങൾക്ക് പറ്റുന്ന മണ്ടത്തരമാണ് ഇവിടെ. അട്ടഹസിച്ചാൽ കാര്യം നടക്കുമെന്നുള്ള ചിന്ത, ഉറക്കെ സംസാരിച്ചാൽ കാര്യം നടക്കും, കോപിച്ചാൽ കാര്യം നടക്കും, ശാസിച്ചാൽ കാര്യം നടക്കും, ഭാര്യയെ ശാസിച്ചാൽ, വീട്ടിൽ മക്കളെ ശാസിച്ചാൽ കാര്യം നടക്കും, നല്ല ഒച്ചത്തിൽ വർത്താനം പറഞ്ഞാൽ കാര്യം നടക്കും. ദൈവമക്കളെ, ശലോമോൻ പറഞ്ഞു, നീ കോപിക്കും തോറും, നീ ഒച്ച വെച്ച് സംസാരിക്കും തോറും നീ ആരായിക്കൊണ്ടിരിക്കും? നീ മൂഢനായിക്കൊണ്ടിരിക്കും. യു വിൽ ബിക്കം ആൻ ഇഡിയറ്റ്. നിന്റെ ഒച്ച പൊങ്ങും തോറും, നിന്റെ ഭവനത്തിൽ നീ ഒച്ച വെച്ച് കാര്യം നടത്താൻ പൊങ്ങുമ്പോഴും നീ ആരായിക്കൊണ്ടിരിക്കും? യു വിൽ ബിക്കം എ ഇഡിയറ്റ്. നീ മൂഢനായിക്കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരുപാട് മുട്ട ഇവിടെ വെച്ചിട്ടുണ്ട്, കൊട്ട നിറച്ച് മുട്ടയുണ്ട്. പക്ഷേ ഒരു ചീമുട്ട പൊട്ടിച്ച് അതിൻ്റെ പുറത്ത് ഒഴിച്ചാൽ എങ്ങനെയിരിക്കും? ഒരു ചീമുട്ട പൊട്ടിച്ച് അതിൻ്റെ പുറത്ത് എങ്ങനെയിരിക്കും? ആകെ മണമായിരിക്കും. ബാക്കി എല്ലാ നല്ല മുട്ടയാണെങ്കിലും വല്ല ഗുണമുണ്ടോ? ഇതുപോലെയാ. ആ അധ്യായത്തിൻ്റെ അവസാനത്തെ വരിയൊന്ന് വായിച്ച്. എന്നാൽ ഒരൊറ്റ പാപി വളരെ നന്മ നശിപ്പിച്ചു കളയുന്നു. ഒരൊറ്റ പാപി വളരെ നന്മ നശിപ്പിക്കുന്നു. ഒരൊറ്റ മനോഭാവം മതി, ഒരൊറ്റ തിന്മ മതി, ഒരൊറ്റ വ്യക്തി മതി. ഒരു കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ എല്ലാവരും വേണം. ഒറ്റയാൾ മതി, ഒരൊറ്റ സ്വഭാവം മതി. നിങ്ങൾ തളർന്നു പോകും എൻ്റെ പ്രിയപ്പെട്ടവരെ. ഒരൊറ്റ മനോഭാവം മതി, ഒരു തെറ്റായ മനോഭാവം മതി, ഒരു തെറ്റായ ചിന്ത മതി, ഒരു തെറ്റായ പ്രവൃത്തി മതി. നിങ്ങളും നിങ്ങളുടെ കുടുംബവും നാറിപ്പോകുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ആകെപ്പാട് ചീത്തയായി പോകും. ദൈവമക്കളെ,
നമ്മുടെ ഹൃദയത്തിലെ കോട്ടകളെ നമുക്ക് ഇടിക്കണം. എനിക്ക് മാനസാന്തരം വേണ്ട. എൻ്റെ മകളെ ചികിത്സിച്ചാൽ മകളുടെ രോഗം മാറും. തെറ്റ്. അമ്മയ്ക്ക് ചികിത്സ ആവശ്യം, അപ്പന് ചികിത്സ ആവശ്യം. ഒറ്റ മനോഭാവം മതി, നിങ്ങൾ ചീഞ്ഞ് നാറിപ്പോകും. അതാണ് ശലോമോൻ പറഞ്ഞത്, നീ അട്ടഹസിച്ചാൽ നീ മൂഢനായി പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊരു തീരുമാനം വേണമല്ലോ, ഒരു സമർപ്പണം വേണമല്ലോ. എന്തായിരിക്കണം നമ്മുടെ സമർപ്പണം? 145 സങ്കീർത്തനം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. എന്താണ് ദാവീദിന്റെ സമർപ്പണം? എന്താണ്? എന്റെ വായ് യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും. എൻ്റെ വായ് യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും. ദാവീദ് കണ്ണുനീരിനെ കുറിച്ച് സമർപ്പണമുള്ളവനായിരുന്നു. എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ എന്ന് ദാവീദിന് സമർപ്പണമുണ്ടായിരുന്നു. ദാവീദിന് അനേക സമർപ്പണങ്ങളുണ്ടായിരുന്നു. വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയുമെന്നുള്ളതായ സമർപ്പണമുണ്ടായിരുന്നു. ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തുമെന്നുള്ളതായ ഒരു സമർപ്പണമുണ്ടായിരുന്നു. ദൈവമക്കളെ, അനേക സമർപ്പണങ്ങൾ ദാവീദിനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ദാവീദ് മറ്റൊരു സമർപ്പണമാണ് പറയുന്നത്. എന്താണ് ആ സമർപ്പണം? നിങ്ങൾക്കും എടുക്കാം ആ സമർപ്പണം, എനിക്കും എടുക്കാം സമർപ്പണം. ആണുങ്ങൾക്കും എടുക്കാം, സ്ത്രീകൾക്കും എടുക്കാം, വൃദ്ധന്മാർക്കും എടുക്കാം, യുവാക്കന്മാർക്കും എടുക്കാം, യുവതികൾക്കും എടുക്കാം ആ സമർപ്പണം. എന്താണ് ആ സമർപ്പണം? നമുക്കൊന്നുകൂടെ വായിച്ചു കേൾക്കാം. എന്താണ് ആ സമർപ്പണം? എന്റെ വായ് യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും. മൈ മൗത്ത് വിൽ ബി എ പ്രൈസിംഗ് മൗത്ത്. മൈ മൗത്ത് വിൽ ബി എ പ്രൈസിംഗ് മൗത്ത്. എൻ്റെ വായ ഇനി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വായായിരിക്കും. എൻ്റെ വായ ഇനി ദൂഷണം പറയുന്ന ഒരു വായായിരിക്കില്ല. എൻ്റെ വായ അസത്യം പറയുന്നൊരു വായായിരിക്കില്ല. എൻ്റെ വായ ശപിക്കുന്ന ഒരു വായായിരിക്കില്ല. എൻ്റെ നാവ് ഇനി കുറ്റം പറയുന്നൊരു നാവായിരിക്കില്ല. മറിച്ച് എൻ്റെ നാവ് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു നാവായിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ സമർപ്പണം എടുത്താൽ നിങ്ങളുടെ കോട്ടകൾ പൊട്ടും. നിങ്ങളെ പിശാച് കെട്ടിയിരിക്കുന്ന കെട്ടുകൾ പൊട്ടും. നിങ്ങളെ ഇന്ന് താഴ്ത്തുന്ന ആ ചരടുകൾ പൊട്ടിപ്പോകും. നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും വലിച്ചു താഴ്ത്തുന്നതായ ആ ചരടുകളെല്ലാം പൊട്ടിപ്പോകും. അതെല്ലാം പൊട്ടിപ്പോകും. നിങ്ങളുടെ രോഗങ്ങൾ മാറും. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ സമർപ്പണം നിങ്ങൾക്കുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇനി മുതലുള്ള ജീവിതത്തിൽ ഇനി എൻ്റെ നാവ് ദൈവത്തെ സ്തുതിക്കുന്നതായ ഒരു നാവായിരിക്കും. മൈ മൗത്ത് വിൽ ബി എ പ്രൈസിംഗ് മൗത്ത്. ഹല്ലേലൂയ. ആ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇതുവരെയും നാവ് കൊണ്ട് ശപിച്ചു, ഇതുവരെയും ദുഷിച്ചു, ഇതുവരെയും കുറ്റം പറഞ്ഞു, ഇതുവരെയും കോപിച്ചു, ഇതുവരെയും പലതും പറഞ്ഞു. എന്നാൽ ഇനി എൻ്റെ നാവ് അതാണ് ദാവീദ് പറയുന്നത്. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. കുടമായിട്ടാണോ കുതിയായിട്ടാണോ കുശവൻ ഉണ്ടാക്കാൻ പോകുന്നത് എനിക്കറിയാൻ മേല. വക്ക് പൊട്ടിപ്പോകുമോ അതോ വളഞ്ഞൊടിഞ്ഞു പോകുമോ ഒന്നും എനിക്കറിയാൻ മേല. ഹല്ലേലൂയ. എന്നെ കൂജയാക്കുമോ എന്നെ കുടമാക്കുമോ എനിക്കറിഞ്ഞുകൂടാ. വക്ക് പൊട്ടിപ്പോകുമോ വളച്ചൊടിച്ചു പോകുമോ നാളെ എന്ത് സംഭവിക്കും എന്ന് ഒന്നും എനിക്കറിയാൻ മേല. എന്നാൽ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. വീഴുന്നവരൊക്കെയും താങ്ങുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിലെ നീ കുനിഞ്ഞു പോയിട്ടില്ലേ, നീ വീണു പോയിട്ടില്ലേ, കഴിഞ്ഞ കാലങ്ങൾ കേട് സംഭവിച്ചിട്ടില്ലേ. എന്നാൽ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ഒരു ദൈവമുണ്ട്. വീഴുന്നവരൊക്കെ ഉയർത്തിയെടുക്കുന്ന ആ ഒരു ദൈവമുണ്ട്. അവനെത്ര കാൽവരിയിൽ പടഞ്ഞു മരിച്ചവൻ, അവനെത്ര ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവൻ, അവൻ്റെ ആത്മാവ് എത്ര പ്രവർത്തിക്കുന്നത്, അവരുടെ ശക്തി എത്ര വ്യാപരിക്കുന്നത്. അവൻ്റെ മുമ്പിലാണ് നീ സമർപ്പണം പറയുന്നത്. എന്താണ് സമർപ്പണം പ്രിയപ്പെട്ടവരെ? ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് എന്നോട് ചേർന്ന് പറയാം. മൈ മൗത്ത് വിൽ ബി എ പ്രൈസിംഗ് മൗത്ത്. ഹല്ലേലൂയ. മൈ മൗത്ത് വിൽ ബി എ പ്രൈസിംഗ് മൗത്ത്. മൈ മൗത്ത് വിൽ ബി എ പ്രൈസിംഗ് മൗത്ത്. മലയാളം മാത്രമേ നിങ്ങൾക്കറിയാവുള്ളെങ്കിൽ നിങ്ങൾക്കും പറയാം, എൻ്റെ നാവ് ഇനി ദൈവത്തെ സ്തുതിക്കാൻ മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ. കരങ്ങളി ഉയർത്തി നിങ്ങൾക്ക് പറയാ, എൻ്റെ നാവിനി ദൈവത്തെ സ്തുതിക്കാൻ മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ. എൻ്റെ നാവിനി ദൈവത്തെ സ്തുതിക്കാൻ മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ. നിങ്ങൾക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ, കോട്ടകൾ പൊട്ടട്ടെ, മാനസാന്തരം നടക്കട്ടെ, അപ്പന്മാർക്ക് അമ്മമാർക്ക് ചികിത്സ ലഭിക്കട്ടെ, കോപം മാറട്ടെ, ശാന്തത വരട്ടെ, സമാധാനം വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നാവിന് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി മാത്രം കരങ്ങളെ താഴ്ത്തിയിടുക. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.